Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വൊക്കാബുലറി ആണ്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബെയ്റ്റ് ആണ്. ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എരയെ പിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു എര. ഫുഡ് ഓൺ എ ഹുക്ക് ടു ക്യാച്ച് animals and fish. ബെയ്റ്റിന് രണ്ടാമത് ഒരു അർത്ഥം വരുന്നുണ്ട്. To attract or to make a temptation, to attract things, something that is used to tempt. അതായത് പ്രലോഭന വസ്തു. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴത്തേക്കും കുറേ ഗിഫ്റ്റുകൾ നമുക്ക് ഓഫർ ചെയ്യും. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ദേ ഓഫർ ലോട്ട്സ് ഓഫ് ഗിഫ്റ്റ് ആസ് എ ബെയ്റ്റ് ഇൻ അവർ പർച്ചേസ്. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് റിയൽ ലൈഫിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഇങ്ങനെ വേർഡ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം എന്നതിലാണ് ശരിക്കും പറഞ്ഞാൽ വൊക്കാബുലറി കറക്റ്റായിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡ് ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നോ ഐ എം നോട്ട് ഗോയിങ് ടു അഗ്രി വിത്ത് ദം ബിക്കോസ് ദേ ആർ ട്രീറ്റിംഗ് മീ ലൈക്ക് എ ബെയ്റ്റ്. അതായത് എന്നെ ഒരു എരയായിട്ട് യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ സാം പറയുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ മലയാളം സംസാരിക്കുന്നത്. കമ്മിങ് ടു ദ പോയിന്റ്, ഈ വാക്ക് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? നമ്മളൊരു വൊക്കാബുലറി പഠിച്ചാൽ പെട്ടെന്ന് മറന്നു പോകുന്നതിൻ്റെ ഒരു റീസൺ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ മലയാളത്തിൽ അത് യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ്ഫുൾ ആവത്തില്ല. അപ്പോൾ ഒരു വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്, ആ സെൻറ്റൻസിൽ ഇതിനെ മാപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. റോക്ക് മ്യൂസിക് എന്ന് കേട്ടിട്ടുണ്ട്, മെലഡീസ് എന്ന് കേട്ടിട്ടുണ്ട്, പോപ്പ് മ്യൂസിക് എന്ന് കേട്ടിട്ടുണ്ട്, റാപ്പ് എന്ന് കേട്ടിട്ടുണ്ട്, റൊമാൻറ്റിക് സോങ്സ് എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും പ്രേമഗാനത്തിന് എന്താണ് കറക്റ്റ് ഇംഗ്ലീഷ് അറിയുന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. അതുപോലെ പുതിയ പുതിയ വൊക്കാബുലറീസ് അല്ലെങ്കിൽ വേർഡ്സുകൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാനൊരു ചെറിയൊരു ഹെൽപ്പിംഗ് ഹിൻറ്റ് തരികയാണ്. നമ്മൾ റിയൽ ലൈഫിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു വേർഡ്സുകളൊക്കെ മാപ്പ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. അല്ലാതെ നമ്മൾ എത്ര കാണാതെ പഠിച്ചിരുന്നാലും ജബ